ചാനൽ സെർച്ചിൽ ഒന്നാമത് യൂട്യൂബ് ഹാൻഡിലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ. ഇൻട്രൊഡ്യൂസിങ് യൂട്യൂബ് ഹാൻഡിൽസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഈ യൂട്യൂബ് ഹാൻഡിൽസ്? ഇതിനെക്കുറിച്ച് നമുക്കിന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോസാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവർക്ക് ഇതെല്ലാം തീർച്ചയായിട്ടും അറിയാം. അപ്പം പുതിയതായിട്ട് തുടങ്ങിയവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം നിങ്ങളോട് എന്ന് വിചാരിച്ച് ഈ വീഡിയോവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറും ഈ അടുത്തിടെ വന്ന ഒരു ഓപ്ഷനുമാണ് യൂട്യൂബ് ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഈ ഹാൻഡിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത് മിക്കവർക്കും പുതിയതായിട്ട് വന്നവർക്കും ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിനുള്ളത്? അപ്പോൾ യൂട്യൂബ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ ന്യൂ വേ ഓഫ് പീപ്പിൾ ഫൈൻഡിങ് യു ആൻഡ് കണക്റ്റിംഗ് ടു യു. ഇറ്റ്സ് എ യുണീക്ക് ക്രിയേഷൻ ടു ഈച്ച് ക്രിയേറ്റർ. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പരസ്പരം മറ്റുള്ള ചാനലിൽ എത്താൻ വേണ്ടിയിട്ട് യൂട്യൂബ് തരുന്ന ഒരു പുതിയ ID ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ജോലിക്ക് പോകുന്നു അല്ലേ, ഒരു വർക്കിന് പോകുന്നു, അപ്പോൾ അവിടെ നമുക്കൊരു ID കിട്ടില്ലേ നമ്മളെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ കണ്ടുപിടിക്കാനായിട്ട് യൂട്യൂബ് തരുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ID ആണ് ഈ യൂട്യൂബ് ഹാൻഡിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യൂട്യൂബ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വ്യക്തമായി കാണും. ഇനി നമുക്ക് സാധാരണ വളരെ ഈസി ആയിട്ട് ഈ യൂട്യൂബ് ഹാൻഡിൽ കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചാനൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും ചാനലിന് ഒരു പേരുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് വന്നിട്ട് ടെക്കി ലേഡി 969 എന്നാണ്. അപ്പോൾ പക്ഷെ പലപ്പോഴും ഇതേ നമ്മുടെ ചാനലിൻ്റെ പേര് അതേപോലുള്ള മറ്റ് ചാനലുകളും ഉണ്ടാകും. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ഈ ചാനലിൻ്റെ പേര് സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഒരേപോലെയുള്ള ഒരുപാട് പേരുകൾ കടന്നുകൂടാറുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ചാനൽ കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾക്ക് സ്വന്തമായി ഒരു ID തരുന്നത് വഴി ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് യൂട്യൂബ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഈ ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ചാനലിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഷോർട്സ്, കമ്മ്യൂണിറ്റി ടാബ്, ഇതിലൊക്കെ നമുക്ക് ഈ ഹാൻഡിൽ നമുക്കത് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ക്ലിക്ക് ചെയ്താൽ അത് കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം വീഡിയോസിലൊക്കെ നമുക്ക് അടുത്തയാളുടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഫ്രണ്ടിൻ്റെയോ ക്രിയേറ്ററിൻ്റെയോ ഒക്കെ ചാനൽ ടാഗ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ ടാഗ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഹാൻഡിൽ എന്താണെന്ന് ചോദിച്ചാൽ @ ഇട്ടിട്ട് ടെക്കി ലേഡി 969. അപ്പോൾ ഇത്രയും അടിച്ചാൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതിനെയാണ് നമ്മൾ യൂട്യൂബിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇനി യൂട്യൂബിൻ്റെ ഹാൻഡിൽ കിട്ടിയാൽ അത് വന്നിട്ട് നമ്മൾക്ക് URL നമ്മുടെ ചാനലിൻ്റെ URLൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ കസ്റ്റം URL ഒക്കെ നമ്മൾ എല്ലാവരും ചാനലിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു ഹാൻഡിൽ കിട്ടിയാൽ ഈ HTTP ഇങ്ങനെ ബാറൊക്കെ ഇടത്തില്ല, അത് കഴിഞ്ഞിട്ട് ഈ ചാനലിൻ്റെ ഹാൻഡിലും കൂടെ അടിച്ച് കൊടുത്താൽ അത് നേരെ നമ്മളുടെ പേജിലേക്ക് എത്തും. പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയ ഹാൻഡിലും അതുപോലെ വർക്കാവും. അപ്പോൾ URLും വർക്കാവും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാൻഡിലും വർക്കാവും. അപ്പം ഈ ഒരു ഫീച്ചർ എല്ലാവർക്കും ലഭിക്കും. എല്ലാവർക്കും വന്നിട്ട് അവരുടെ ചാനൽ കസ്റ്റം ഇതായിട്ട് തന്നെ URL ക്രിയേറ്റ് ചെയ്യാം. YT ഹാൻഡിൽ, ഇത് രണ്ടും യൂട്യൂബിൻ്റെ ഹാൻഡിലും ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമായിട്ടുള്ള URLും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചാനൽ തന്നെ അതിൻ്റെ പേര് വരുന്ന ഒരു URL ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് യൂട്യൂബ് ഹാൻഡിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു കസ്റ്റം URL ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ഹാൻഡിലും ഇതുപോലെ നമ്മൾക്ക് സേവ് ചെയ്യാം. അതായത് യൂട്യൂബ് അത് എനിക്കായിട്ട് റിസർവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാനൊരു ഹാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ അതേ പേരിലുള്ള ഒരു ഹാൻഡിൽ വേറൊരാൾക്ക് യൂട്യൂബ് കൊടുക്കാറില്ല. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് നമ്മൾക്ക് മാത്രം കിട്ടുന്ന ഒരു ID ആണ്. ഇപ്പോൾ ഇത് നമുക്കിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചില സമയങ്ങളിൽ യൂട്യൂബ് തന്നെ ഇത് സെറ്റായിട്ട് വരും, ഇത് ചെയ്യാത്തവർക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് നമ്മൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് YT സ്റ്റുഡിയോയിൽ പോയിട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ URL വന്നിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് URL ചാനലിൻ്റെ ഹാൻഡിൽ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഏത് സമയത്തും നമ്മൾക്ക് കസ്റ്റം URLും
സെറ്റ് ചെയ്യാം. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ URL എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ ലിങ്കാണ്. അപ്പോൾ അത് എല്ലാവരുടെയും ചാനൽ ഡീറ്റെയിൽസിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ URL കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മളിത് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലോ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്കത് ക്രിയേറ്റ് ചെയ്ത് തരും. അത് ജനറേറ്റ് ചെയ്ത് നമ്മൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടരാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് വീണ്ടും ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പലർക്കും ചാനലിൻ്റെ നെയിം ഉണ്ടാകും, പണ്ടിട്ടതായിരിക്കും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണ്ട. പക്ഷേ യൂട്യൂബ് ഹാൻഡിലിൽ എനിക്ക് എൻ്റെ പേര് തന്നെ കൊടുക്കണം. ഇപ്പോൾ എൻ്റെ പണ്ടത്തെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ ടെക്കി ലേഡി 969 ഉണ്ട്. എനിക്ക് അതിപ്പോൾ യൂട്യൂബ് ഹാൻഡിലിൽ വേണ്ട. എനിക്കെൻ്റെ പേര് ഡോക്ടർ രാധ എന്ന് പറഞ്ഞ് ആ പേരിൽ ഹാൻഡിൽ എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഇതേ പേരിൽ വേറെ ഒരുപാട് പേര് ഹാൻഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ രാധ 1 A 2 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ പേരിൽ തന്നെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മളുടെ പേരിലോ ചാനലിൻ്റെ പേരിലോ ഉള്ള ഹാൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് വേറെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിൽ നമ്മൾക്ക് കിട്ടാതെ വരും. അപ്പോൾ എന്തായാലും യൂട്യൂബിൻ്റെ ഹാൻഡിൽ ഇതുവരെയും സെറ്റ് ചെയ്യാത്തവർ YT സ്റ്റുഡിയോയിൽ പോയി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് പേരാണോ വേണ്ടത്, ഇല്ല ചാനലിൻ്റെ പഴയ പേരുള്ള ചാനലിൻ്റെ ഇതിൽ തന്നെ ഉള്ള ഹാൻഡിൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എപ്പോഴും ഒരു ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ജനറേറ്റ് ആയിട്ടുണ്ടോ യൂട്യൂബിനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കരുതാൻ പാടില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഓരോ നാഴികക്കല്ലാണ് നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാ ക്രിയേറ്റേഴ്സും അറിഞ്ഞിരിക്കേണ്ട പല വിവരങ്ങളുമാണ് എൻ്റെ വീഡിയോസിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ കുറേ പേര് എന്നോട് പറയാറുണ്ട്, അയ്യോ ചേച്ചി എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, ചുമ്മാ ഞാൻ ചാനലിൽ ഏതൊക്കെയോ വെറുതെ അങ്ങ് വീഡിയോസ് ഇട്ട് പോവുക എന്നുള്ളത്. അപ്പം അങ്ങനെ വെറുതെ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അറിയാതെ ഇട്ട് പോവുകയാണെങ്കിൽ പല സമയത്തും നമ്മൾക്ക് ശരിയായ ആപത്തിലോട്ട് പോയി നമ്മൾ ചാടി ഒരു പക്ഷേ നമ്മൾക്ക് ചാനൽ തന്നെ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് വരും. വേറെ പല പ്രശ്നങ്ങളും നമുക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. എന്ത് തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പം ഏതൊക്കെ വീഡിയോസ് അപ്ഡേറ്റ്സും ഒക്കെ വരുവാണെങ്കിൽ നമ്മളതൊക്കെ നോക്കി നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് മുമ്പോട്ട് പോയാൽ ഭാവിയിൽ വരുന്ന പല പ്രശ്നങ്ങളും നമ്മൾക്ക് അങ്ങനെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വേറെ പലരും ഒരുപാട് സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെയും കാര്യങ്ങളെയും കുറിച്ചിട്ടും ബേസിക്കായിട്ട് പുതിയ യൂട്യൂബേഴ്സ് അറിയേണ്ട കാര്യത്തിനെ കുറിച്ചിട്ടുമാണ് പ്രധാനമായിട്ടും ഞാനിപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു രീതിയിൽ കവർ ചെയ്തതിന് ശേഷം ഇപ്പം പലർക്കും മോണിറ്റൈസ് ആയിക്കുള്ള പുതിയ ക്രിയേറ്റേഴ്സാണ് ധാരാളം ഉള്ളത്. അപ്പോൾ മോണിറ്റൈസ് ആയവർക്ക് ഒരുപാട് പരിചയം കാണും, അവർക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാവുന്നവരായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയവർ നല്ല രീതിയിൽ തുടങ്ങി മുമ്പോട്ട് പോകാൻ അവർക്കൊരു മോട്ടിവേഷനും ഒരു ക്ലാസ് പോലെയും വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ലൈവ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളത് എന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ മടിക്കാതെ ധൈര്യമായിട്ട് തന്നെ യൂട്യൂബിൽ മുമ്പോട്ട് പോകുക. ആരും കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടോ മോശപ്പെട്ട കമൻസൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചിട്ടോ ഒന്നും പിന്നോട്ട് പോകണ്ട. നമ്മളേതായാലും നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നല്ല രീതിയിൽ തന്നെ നല്ല കണ്ടൻറ്റും ക്വാളിറ്റി കണ്ടൻറ്റും നന്നായിട്ട് വീഡിയോസൊക്കെ എല്ലാവരും ഞാൻ കണ്ടു. ഒരുപാട് പേര് എല്ലാവരും നല്ല നല്ല വീഡിയോസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് മടിയൊക്കെ മാറ്റി വയ്ക്കുക. സമയമില്ല, ഏതൊരു ജോലിക്ക് നമ്മൾ സമയമില്ലെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്താലേ ആ തൊഴിലിൽ നമ്മൾ വിജയം കൈവരിക്കുകയുള്ളൂ. അപ്പോൾ കഴിയുന്നതും റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ ചെന്ന് ഒന്ന് നോക്കുക. അപ്പോൾ എളുപ്പത്തിനായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിനുള്ള ഉത്തരം കിട്ടി എന്ന് വിചാരിക്കാതെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അതുവഴി നിങ്ങൾക്ക് കൃത്യതയോടെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും അത് മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കും. പിന്നെ ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പല തവണ പറയുമ്പോഴാണ് നമ്മൾക്കൊരു കാര്യം മനസ്സിൽ നിൽക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഇങ്ങനെയും എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഇത് ഓർമ്മിക്കാനായിട്ട് കൂടിയാണ്. ഇനി അടുത്ത വീഡിയോമായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എൻ്റെ ചാനൽ വന്നിട്ട് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇന്നും രാവിലെ 9 മണിക്ക് ഇതേ ചാനൽ ഈ ടെക്കി ലേഡി 969 ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ വൈകുന്നേരം എല്ലാ ദിവസങ്ങളിലും 6 മണി തൊട്ട് 6:30 വരേക്കും ലൈവ് ഉണ്ടായിരിക്കും.
അപ്പോൾ ഞാനത് നോട്ടിഫിക്കേഷനായിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആർക്കൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ അവർ ലൈവിലോട്ട് വരിക. അപ്പോൾ നാളെ ഇതേ സമയം 9 മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ബൈ.